മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ രോഗിയായിട്ട് കിടക്കുന്ന ഒരു സന്ദർഭം, അങ്ങനെ രോഗിയായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചിട്ട് ഇതിൽ നാന് നന്റെ മരിപ്പ് ഗ്യാരണ്ടി ആയിട്ട് കയറി ചെന്നിട്ടു ഉറപ്പിച്ചിട്ട് അങ്ങനെ നെക്സ്റ്റ് കൊല്ലെ ഖലീഫ വിനായിട്ട് എല്ലാ തയ്യാറിയും അയാള് ആക്കിക്കൊണ്ടുണ്ട്. അങ്ങനെ റായത്തെ പ്രമുഖമായ സുഹാബിമാരെ വിളിച്ചിട്ടും ഓരോരോ ഗോത്രത്തെയും പ്രമുഖമായ ആൾമാരെ വിളിച്ചിട്ട് വിഷയെല്ലാം ചൊന്നിട്ടു അങ്ങനെ മനവരികയാക്കി കൊടുത്തിട്ടു. നെക്സ്റ്റ് ഖലീഫ ഇനി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങ ನೇಮಕಾക്കുവാ ചൊന്നിട്ടു. എല്ലാവരുടെയും ചൊന്നിട്ട് ഒപ്പാട്ടിട്ട് ഓരോരുത്തരെയും സെപ്പറേറ്റ് കാണും പോലെ സെപ്പറേറ്റ് കണ്ടിട്ടും അതേപോലെ ആരെല്ലാം ഒട്ടിಗೆ കാണണോ അങ്ങനെ കണ്ടിട്ട് എല്ലാരെയും ഔത്തുൽ വെച്ചിട്ട് എന്താക്കിയിട്ട് ഒരു തീരുമാനത്തിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ ഈ തീരുമാനത്തിൽ വന്നാൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ലെറ്റർ എഴുതി. എന്തിനേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മദീനത്തുള്ള ആൾമാർ എല്ലാവർക്കും തെരിപ്പാട്ടണോ, അതേപോലെ അൻസാരിയായ ആൾമാർക്കും മുഹാജിറായ ആൾമാർക്കും എല്ലാ ആൾമാർക്കും ഈ വിഷയം തെരിപ്പാട്ടണം വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ലെറ്റർ എഴുതി. എന്നിട്ട് ആ ലെറ്ററിൽ എന്തിനെന്തിട്ടുണ്ടെങ്കിൽ ഈ ലെറ്റർ മാ ഔസാ ബിഹി അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ ഇത് എഴുതി ഫുള്ളായിട്ടല്ലേ അപ്പടെ പേരടക്കം എഴുതി അബൂ ഖുഹാഫയുടെ മോനു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ട് ഈ വസിയത്ത് ഇത് എഴുതരുത്. ഏത് സന്ദർഭത്തിൽ എഴുതി? ഇന്ദ ഖുറൂജിഹി മിനദ് ദുനിയ, ദുനിയാവുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ട് അല്ലണ്ടെങ്കിൽ പോണ്ട ആ ഒരു സന്ദർഭത്തിലായിട്ട് എഴുതിയിട്ടുള്ളത്. ആ മരിപ്പൂ ചൊല്ലത് എല്ലാ ആൾമാരും വിശ്വസിക്കടെ ഒരു വിഷയമായിട്ട് മരിപ്പൂ ചൊല്ലത്. അങ്ങനത്തെ ആരും നിഷേധിക്കാൻ സാധ്യമില്ലാത്ത ആ മരിക്കോണു മുട്ടായ സന്ദർഭത്തിലായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇതെഴുതിയിട്ട് പിന്നെ ചൊല്ലു ഇന്നി അസ്തഖ്ലിഫു അലൈക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നന്നിൽ പിന്നെ നാന് ഖലീഫയായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നാന് നിയമക്കാക്കിയിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബിനെ നാന് നിയമക്കാക്കിയിട്ടില്ല. ഫസ്മഉ ലഹു വാതിയു, ആ ഉമർ ഖത്താബ് ചെന്ന പോലെ നിങ്ങൾ കേൾക്കണോ, അതേപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ അനുസരിക്കണോ. അത് മാത്രല്ല നാന് പടച്ചുറപ്പിടെയും അള്ളാഹുടെ റസൂലിനെയും സാക്ഷി വെച്ചിട്ടായിട്ട് ഇത് നാൻ ആക്കിയിട്ടുള്ളത്. വഇയ്യാകും ഖൈറ, മാത്രല്ല ഖൈറ വിചാരിച്ചിട്ടും നാൻ ആക്കിയിട്ടുള്ളേ, നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രം നിങ്ങൾ ആക്കണോ. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലേന് നല്ലത് നീതി പോലുമേ വിധിക്കൂ ചൊല്ലത് നന്റെ ബിയാറായിട്ട് നന്റെ മനസ്സുള്ളിലെ ഉമർ ഖത്താബ് ഒരിക്കലും ആൽമാർഗും നമ്പലാക്കല നീതി പോലുമേ ആ റൂൾസ് പോലുമേ ഉമർ ഖത്താബ് വിധിക്കൂ അതായിട്ട് നന്റെ ബിയാറ. ഇനിപ്പ എന്തൊരാക്കട് ചൊല്ലതാ അതിനക്കൊന്തില്ല ആയെങ്കില നന്റെ ബിയാറത്തുള്ളിലെ ഉമർ ഖത്താബ് ഒരു നീതിവന്തായിട്ട് നീതി പോലുമേ വിധിക്കറ് ചൊന്നിട്ടായിട്ട് അപ്പ അങ്ങനത്തെ ഒരു ആളിലായിട്ട് നാൻ ഇങ്ങനെ മുന്നേ ആക്കിക്കൊണ്ടുള്ളേ ചൊല്ലേ ഒരു ലെറ്റർ എഴുതി. അങ്ങനെ ഈ ലെറ്റർ എഴുതിട്ടെല്ലാം റെഡിയാക്കിയിട്ട് ഒത്തുൽ വയ്ക്കരുത്. എന്നിട്ട് മാത്രല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിയുടെ ഔത്ത് വെളിപാട്ട്, ഉമർ ഖത്താബിയുടെ ഔത്ത് വെളിപാട്ടിട്ട് ഉമർ ഖത്താബ് ಬಂತು. ഉമർ ഖത്താബ് ഇട്ടിക ഇതൊന്നും നടന്ന വിഷയം ഉമർ ഖത്താബ് ಗೊತ್ತಿಲ್ಲ. എന്തിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നെക്സ്റ്റ് ഖലീഫയുടെ റെഡിയാക്കിയിട്ടുണ്ടു. ഓരോരോ ആൾമാരെയും വിളിച്ചിട്ട് അങ്ങനെട്ടിക സംജായിച്ചിട്ടുണ്ടോ ചൊല്ല വിഷയ ഉമർ ഖത്താബ് ഒന്നും ಗೊತ್ತಿಲ್ಲ. അങ്ങനെ ഉമർ ഖത്താബിയുടെ വിളിപാട്ടിട്ട് ചൊന്തു ഫഅറഫഹു അബൂബക്കർ ബിമാ അസം, ഉറപ്പിച്ച് വെച്ച് നെക്സ്റ്റ് ഖലീഫ ഉമറെ നെക്സ്റ്റ് ഖലീഫ നിങ്ങായിട്ട് കൊണ്ടിരുന്നത്.
നെക്സ്റ്റ് കൂടെ നിങ്ങായിട്ട് ഖലീഫ അവനക്ക് മണ്ടേ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോ അപ്പ ഉമർ ഖത്താബ് എന്തിനു ചൊത്തുകൊണ്ടുണ്ടാ ഉമർ ഖത്താബ് നക്ക് വേണ്ട. ഉമർ ഖത്താബ് ചൊന്തു ഇല്ല അബൂബക്കർ സിദ്ദീഖെ ആ ഒരു വിഷയത്തെ തന്നെ നിങ്ങൾ ദൂരം വയ്ക്കോ. നക്ക് ഖിലാഫത്തിലെ സ്വറ നക്കാവല നക്ക് ആ സ്വറ ഏറ്റെടുക്കുന്ന സ്വറാവല. കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്വം ചൊല്ലത്, ഒരു റായത്തെ അധികാര വയസ്സിലെ ചൊല്ലത്, ഗവർണർ അവിടെ ചൊല്ലത് അത് പേരും പെരുമകമേനായിട്ടുള്ളതല്ല. അത് ജവാബ്ദാരി അത്രമാത്രം ജവാബ്ദാരി മാത്രമാണ് നിഭായിച്ചില്ലെങ്കിൽ റബ്ബുടെ മുതൽ നാണ് ഉത്തര ചൊല്ലണാവും. ഇന്നിപ്പോ നിങ്ങൾ നോക്കുണ്ടായെങ്കിൽ ഒരു മഹാസഭ നടക്കുമ്പോഴത്തേക്കോ 10 ആൾമാരെ നിയമക്കാക്കിട്ട് നന്റെ നീന് പ്രസിഡന്റ് ആവണോ ചൊന്നിട്ടു, അല്ലെങ്കിൽ നന്റെ നീ സെക്രട്ടറി ആക്കണോ, നന്റെ നീ ഖജാൻജി ആക്കണോ ചൊന്നിട്ടു 10 ആൾമാരെ കൂട്ടിട്ടായിട്ട് ഫസ്റ്റ് സെറ്റിംഗ് ആക്കിയിട്ട് നന്റെ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ ചൊന്നിട്ടു നിയമക്കാക്കപ്പാട്ട കാലായിട്ട് ഇണ്ടത്തെ കാല. അങ്ങനത്തെ അധികാരത്തെ എന്താക്കട്ടെ ചൊന്നിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടെടുത്തോളുടെ കാലായിട്ട് ഇണ്ടത്തെ കാല. യഥാർത്ഥത്തിൽ ഇതിനങ്ങ ഖലീഫമാരെ സ്വഭാവം അങ്ങ് പഠിക്കണതില്ല. കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു അധികാരത്തെ ഒരുത്ത കേട്ടിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുടെ സഹായം ഒഴുകിക്കലാ ചൊന്നിട്ടായിട്ട് അധികാരം ഞങ്ങളെ ഇപ്പുറം തേടിയോണ്ട് പറഞ്ഞു പുറത്തു, അധികാരത്തെ ഞങ്ങളപ്പുറത്തെ അപ്പുറം തേടിയോണ്ട് പോണോ തീരാ ചൊന്നിട്ടായിട്ട് എന്നുണ്ടായെങ്കിൽ അധികാരത്തെ തേടിയോണ്ട് പോകുമ്പോഴത്തേക്കോ അള്ളാഹുടെ സഹായം കിട്ടല ചൊന്നിട്ടായിട്ട്. അപ്പൊ അധികാര ഞങ്ങളെ ഇപ്പുറം തേടിയോണ്ട് വരുമ്പോഴത്തേക്കായിട്ട് അള്ളാഹുടെ പ്രത്യേകമായ സഹായം കിട്ടുമോ ചൊന്നിട്ടായിട്ട്. ഇന്നത്തെ ചൊമ്മത്തെ പള്ളിയുടെ അവസ്ഥ നോക്കുമ്പോഴത്തും ഇതായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിലും റായത്തിലൊരു പ്രതിഷ്ഠകനായിട്ടും അല്ലണ്ടായെങ്കിൽ ടർൺ ഓവർ ആക്കുന്ന പൈസ കിട്ടല്ലേ ചൊല്ലി ഈ ഒരു ടൈപ്പിലായിട്ട് ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ആയിട്ട് ചൊമ്മ മൊത്തം കണ്ടിട്ടുള്ളത്. അള്ളാഹു കാത്ത് സലാമത്താകട്ടെ. ആയെങ്കില ഇത്രയും ചന്തത്തെ അധികാരത്തെ ഖലീഫമാർ ഉമർ ഖത്താബ് ചൊത്തു നന്റെ നിങ്ങൾ നിയമക്കാക്കണ്ട, നക്ക് വേണ്ട അധികാരം നക്ക് വേണ്ട ചൊത്തു. അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊത്തു ഉമറെ നീ അങ്ങനെ ചൊന്നുകാവല, നീ അങ്ങനെ ചൊന്നുകാവല. കാരണം എന്ത് ചൊന്നിട്ടെങ്കിൽ എല്ലാ സ്വഹാബത്തും ഒരേ അഭിപ്രായത്തിലുള്ള എല്ലാരെയും നാണ് ചൊന്നിട്ടുന്നാണ് വിഷയങ്ങൾ അർത്ഥാക്കി കൊടുത്തരാൻ. അത് മാത്രല്ല എല്ലാ സ്വഹാബിമാരും നിങ്ങളെ കൊടുക്കും ചൊന്നിട്ടുള്ള ആ കാരണത്തില ഇത് നിങ്ങൾ വേണ്ടാണ്ട് ചൊല്ലു തീരാ ചൊന്നിട്ടു. ഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിടെ വിളിച്ചിട്ട് ഇങ്ങനെ ചൊന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചൊന്നു ഉമർ ഖത്താബിനെ ഒപ്പാട്ടിട്ട്. അങ്ങനെ ലാസ്റ്റിക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ ഒത്തുത്തു. അങ്ങനെ ഒത്തിട്ടുള്ള ആയാൽ പിന്നെ ഉമർ ഖത്താബ് ഒത്തെ പോണ്ടു പോയാൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈ മുദ്ദാക്കിയിട്ട് പുൽപ്പിട്ടിട്ടൊരു ദുആർക്കെടുത്തു. എന്തിനെ ചൊന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ വല്ലൈതുഹു ബിഗൈരി അംരി നബിയിക വലം അരിദ് ബിദാലിക ഇല്ലാ സ്വലാഹഹു. പടച്ചറബ്ബേ ഞാൻ വലിയൊരു വിഷയത്തിലായിട്ട് ഞാൻ ഏറ്റിട്ടുള്ളത്. ഞാൻ ഉമർ ഖത്താബിടെ ഞാൻ റായത്തെ ഗവർണറായിട്ട് ഞാൻ നിയമക്കാക്കേണ്ടുള്ളത്. ഇതെന്തും നക്ക് നബി തങ്ങ ചുത്തന്നിട്ടെന്തോ അല്ല ഞാൻ നിയമക്കാക്കേണ്ടുള്ളത്. ഞാൻ ഇത് കൊണ്ടൊരു ഖൈർ മാത്രം വിചാരിച്ചിട്ടായിട്ട് ഞാൻ ഉമർ ഖത്താബിടെ നിയമക്കാക്കേണ്ടുള്ളത്. പിന്നെ അത് മാത്രല്ല റായത്തിൽ ഫിത്നയായി പോവും. ഞാൻ മാത്രം നിയമക്കാക്കിട്ടില്ലാണ്ടെങ്കിൽ മാത്രം റായത്തിലൂടെ എന്തെല്ലാം ഗുൽമാലായിട്ട് പോവും. ഐക്ക് വേണ്ടിയിട്ട് അതിനെ പേടിച്ചിട്ടായിട്ട് പടച്ചുറബേ ഞാൻ ഉമർ ഖത്താബിടെ നിയമക്കാക്കേണ്ടുള്ളത്. മാത്രല്ല നാന് എല്ലാരെയും അഭിപ്രായം എടുത്തിട്ട് ഞാൻ നിയമക്കാക്കിയ റബ്ബേ, നന്റെ സ്വന്തം അഭിപ്രായം എടുത്തിട്ടല്ല ഞാൻ നിയമക്കാക്കിയേ. അത് മാത്രല്ല ഞാൻ നിയമക്കാക്കിയാല് അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അല്ലായിട്ട് ഞാൻ നിയമക്കാക്കിയേ. ലാട്ടുപോട്ട അല്ല ഞാൻ നിയമക്കാക്കിയിട്ടില്ല. മാത്രല്ല അങ്ങനെ സമത്ത് തെരുക്ക് കൂട്ടിയ കൊണ്ടേ അങ്ങനത്തെ ഒരു ആളായിട്ട് ഞാൻ നിയമക്കാക്കിയ റബ്ബേ ചൊന്നിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു എന്നിട്ട് ചൊല്ലു വഖദ് ഹദറനി മിൻ അംരിക മാ ഹദർ ഫഖുലിബ്നി ഫീഹിം ഫഹും ഇബാദുക്. പടച്ച റബ്ബേ ഇനിപ്പ ഞാൻ ഈ ഒരു ഉഷാറില്ലാണ്ട് ഈ ഒരു കിടക്കുന്ന ഈ ഒരു സന്ദർഭ ഇതിനെ മരിപ്പിടെ സന്ദർഭമായിട്ട് നക്ക് ഉറപ്പുണ്ട് ഇതിലാണ് മരിക്കുക ചൊല്ലത്. ആ കാരണത്തില് നന്റെ പ്രതിനിധിയായിട്ട് പണ്ടേ ഉമർ ഖത്താബ് നല്ലൊരാളാക്കി റബ്ബേ, നല്ലൊരാക്കി തീർക്കണം റബ്ബേ. അങ്ങ നിന്റെ അടിമങ്ങായിട്ട് കിറാറ്, നിന്റെ ദാസന്മാരായിട്ട് കിറാറ് ചൊന്നിട്ടു ഉമർ ഖത്താബിടെ ആ നിയമക്കാക്കിയിട്ട് ഉമർ ഖത്താബിട്ട് ഇങ്ങനെല്ലാം പലക്ക് കൊടുത്തിട്ടായാലും പിന്നെ രണ്ട് കൈ മുദ്ദാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ടും പുൽപ്പിട്ടിട്ട് റബ്ബിടെ മുതൽ ചൊല്ലു. അങ്ങനെ ഇതെല്ലാം ആയാൽ പിന്നെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ
வெளிப்பாட்டு உஸ்மான் இப்னு அஃபான் வெளிப்பாட்டு உஸ்மான் இப்னு அஃபான் ரலியல்லாஹு அன்ஹு சொல்லு நீங்க ஆல்மாரட்டிய நான் எழுதி வச்ச கட்லாஸ் நீங்க ஓதணும் ನಾನು ಎದಿ വെച്ച് നിങ്ങൾ കടലാസ് ഓതണം എന്നിട്ടാ ആൽമാരട്ടിക്ക് നിങ്ങൾ പിന്നെ ഈ കടലാസിലുള്ള വിഷയത്തെ നിങ്ങൾ സ്വീകരിക്കുവാറില്ല എന്ന് കേൾക്കണം അപ്പ അങ്ങ അതൊരു ഒപ്പാണ്ടിക്കല ചെന്നിട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ കടലാസിന്റെ എല്ലാ ആൽമാരെയും പിടിച്ചിട്ടുണ്ടാക്കടെ എല്ലാ ആൽമാരെയും മുന്നിൽ വെച്ചിട്ട് ചൊല്ലു അതുബായുന ലിമൻ ഫി ഹാദൽ കിതാബ് അല്ല കൂടി ആൽമാരെ ഈ കടലാസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളിനെ നിയമക്കാക്കിരു ഖലീഫയായിട്ട് ഒരാളിനെ നിയമക്കാക്കിരു അയാൾ നിങ്ങൾ ബയ്യത്താക്കുവാറാ ഇല്ലേ ചൊന്നിട്ട് ഇങ്ങനെ കേൾക്കിടും അയാൾ നിങ്ങൾ ബയ്യത്താക്കുവാറാ ഇല്ലേ ചൊന്ന് കേൾക്കിടും അപ്പ കൂടി എല്ലാ ആൽമാരും ആർക്കും ഭിന്നഭിപ്രായം ഇല്ലാണ്ട് എല്ലാവരും ചൊന്നാറ് ഞാൻ അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളെ ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയമക്കാക്കിയാലേ ഞങ്ങൾ അതിനെ ഞങ്ങൾ അംഗീകാരാക്കടാം ആ കാരണത്തില ഫഖ്റഹു ബിദാലിക ജമിയ നീ ഓതോറ് ചെന്നിട്ടു എല്ലാവരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലാറ് അങ്ങനെ ഓതിട്ടാ മുത്തുക എല്ലാവരും ചൊന്നാറ് ഓക്കെ ഞങ്ങൾ എന്നെ ഖലീഫ ഉമർ ഖത്താബ് ആവട്ടെ ഞങ്ങൾ എല്ലാവരും എന്നെ ഉമർ ഖത്താബിന്റെ ഖലീഫയായിട്ട് ഞങ്ങൾ സ്വീകരിക്കറാ ചെന്നിട്ടു കൂടിയ ആൾമാർ എല്ലാവരും അവിടെ ചൊല്ലാറ് മാത്രമല്ല ഈ ലാസ്റ്റ് സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിന്റെ ഒരു വസിയത്ത് കൊടുക്കുന്നു ഉമർ ഖത്താബിന്റെ ചില ഇമ്പോർട്ടന്റ് ആയ വിഷയം മുട്ട ദൈപാടിയിട്ട് ആരുമില്ലാത്ത ടൈമിൽ മുട്ട ദൈപാടിയിട്ട് കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര നാള് ഉഷാറില്ലാണ്ട് കിടക്കറേ എത്ര നാള് എത്ര 15 നാളായിട്ട് ഉഷാറില്ലാണ്ട് കിടക്കറ് 15 നാൾ ഉഷാറില്ലാണ്ട് കിടക്കറ ഈ ഒരു ടൈമിൽ എന്തെല്ലാം പ്രായത്തിലാക്കി വെക്കണം എല്ലാം ആക്കി വെച്ചിട്ടായിട്ട് വഫാത്തായത് അങ്ങനെ എന്തെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിന്റെ വസിയത്താക്കിയിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് അത് ഞാൻ നാളെ ചൊല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഖലീഫമാരുടെ സ്വഭാവം ജീവിതത്തിൽ ധാരാളം പാഠമായിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണക്കും അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അങ്ങനെ മനാഖിബിന്റെ ബറക്കത്ത് കൊണ്ടും പടച്ച റബ്ബേ അങ്ങനെ നീനെ സ്നേഹിച്ച കാരണം കൊണ്ടും അങ്ങനെ സ്വർഗത്ത് പോകുമ്പോൾ ഞങ്ങളെ കൂടമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്വർഗാവകാശികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു റഹ്മാനെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹ്